പെങ്കൊച്ചുങ്ങൾ അങ്ങനെ പലതും പറയും. അതൊന്നും കേട്ട് നമ്മൾ അവരുടെ താളത്തിനൊത്ത് തുള്ളാതിരിക്കുന്നതാ ബുദ്ധി. ദേ, അപ്പുറത്തെ ആ VP-യുടെ കൊച്ചുള്ളിടത്തോളം കാലം മാളുവിന്റെ കാര്യം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. തീക്കട്ട മടി പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന അവസ്ഥയാവും, പറഞ്ഞേക്കാം. അത് മാത്രമല്ല മുരളി, ദേ ആ ടീച്ചറുടെ മോൻ ഡോക്ടർ പയ്യൻ മാളുവിനെ കാണാനും സംസാരിക്കാനും ഒക്കെയായി കൂടെ കൂടെ ഇവിടെ വരുന്നുണ്ട്. കാര്യം ഡോക്ടറാണ്, മര്യാദക്കാരനാണ്, ഒക്കെ ശരി തന്നെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആൾ അന്യജാതിക്കാരനാണേ. അതുകൊണ്ട് മാളുവുമായി അയാളെ അധികം സഹകരിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. എന്റെ അമ്മേ, ജോബിന് ഇവിടെ വരുന്നത് അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചോണ്ടൊന്നും അല്ല. ഇനി അമ്മയായിട്ട് അങ്ങനെ ഓരോന്നും പറഞ്ഞുണ്ടാക്കാതിരുന്നാ മതി. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഒടുക്ക ഓരോന്ന് സംഭവിച്ചിട്ട് പിന്നെ നെഞ്ചത്തടിച്ചിട്ടും നിലവിളിച്ചിട്ടും കാര്യമില്ല, പറഞ്ഞേക്കാം. ഇതുപോലായിരുന്നു ആ VP-യുടെ മോടെ കാര്യവും. ഒടുക്ക ഞാൻ പറഞ്ഞ കടവിൽ തന്നെ വഞ്ചി എടുത്തേ, അത് ഓർമ്മ വേണം. അച്ഛൻ പോയോ അമ്മേ? ഇന്ന് നേരത്തെ പോയി. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛനെന്താ ചെന്നൈക്ക് പോകുന്നേ? ഈ വരുന്ന ട്യൂസ്ഡേ തന്നെയാണോ? അതെ. എന്താ അപ്പു? ഒന്നുമില്ല. അതിനു മുമ്പ് അമ്മ അച്ഛനോട് എന്റെ കാര്യം സംസാരിക്കാൻ പ്ലാൻ വല്ലതുണ്ടോ? അതെങ്ങനെ ധൃതി പിടിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണോ അപ്പു? നീ എനിക്കൊരു അല്പ സാവകാശം താ. ഞാനത് സമ്മതിപ്പിച്ചോളാന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ? ഞാനിങ്ങനെ തിരക്കൂട്ടുന്നത് മറ്റൊന്നും കൊണ്ടല്ലമ്മേ. ഈ കാര്യത്തിൽ അച്ഛന്റെ നിലപാടെന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം എനിക്ക് എന്റേതായ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ. എന്റെ സ്റ്റഡീസും എക്സാമും എല്ലാം അതിനനുസരിച്ച് എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നിന്റേതായ തീരുമാനങ്ങളോ? എന്നുവെച്ചാ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്റെ സർജറിയുടെ കാര്യം. ഇനിയും അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ സർജനെ കണ്ട് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തണം. അപ്പോ നീ ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? പിന്നെ അമ്മ എന്താ കരുതിയത്? ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം അമ്മയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? സർജറി 2-3 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അതിന് അത്രമാത്രം തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാ ഞാനിത് എത്രയും പെട്ടെന്ന് അച്ഛനോട് തുറന്നു പറയാൻ അമ്മയെ നിർബന്ധിക്കുന്നത്. അമ്മയ്ക്കെന്താ ഒരു കൺഫ്യൂഷൻ പോലെ? അപ്പോ ഞാൻ പറയുന്നത് മോളൊന്ന് കേക്ക്. ചെന്നൈയിലെ പ്രോഗ്രാമിന്റെ കാര്യം കേട്ടത് മുതൽ VP ആകെ എക്സൈറ്റഡാ. വളരെ ചുരുക്കം പേർക്കേ അങ്ങനെ ഒരു നാഷണൽ സെമിനാറിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ. കേരളത്തിൽ നിന്ന് ആകെ 2 പേർക്ക് ഇൻവിറ്റേഷൻ. അതിലൊരാൾ VP ആണ്. അപ്പൊ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് നിനക്ക് ഊഹിക്കാമല്ലോ. അതും ഇക്കാര്യം തമ്മിൽ എന്ത് ബന്ധം അമ്മ? ബന്ധമുണ്ട്. അങ്ങനെ ഒരു യാത്രയ്ക്ക് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരാളോട് ഞാൻ നിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ നീ ഒന്ന് ഊഹിച്ചു നോക്ക്. അച്ഛൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതത്തിന് നീ തയ്യാറല്ലെന്ന് ഞാൻ തുറന്നു പറയണമെന്നില്ല. അതിന്റെ ഒരു ചെറിയ സൂചന പോലും കൊടുക്കുന്ന തരത്തിൽ ഞാൻ സംസാരിച്ചാൽ VPക്കത് വലിയ ഷോക്കായിരിക്കും. മാനസികമായിട്ട് ആകെ തകർന്നു പോവും. പിന്നെ സെമിനാറും യാത്രയൊന്നും ആ മനസ്സിലുണ്ടാവില്ല. മുമ്പത്തെ പോലെ ആകെ അബ്നോർമലാകാൻ അച്ഛനീ ഒറ്റ കാരണം മതിയാവും. നമ്മളായിട്ട് അച്ഛൻ്റെ ഈ സന്തോഷം തല്ലിക്കെടുത്തണോ മോളെ? കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് അച്ഛൻ ഈ സെമിനാർ കഴിഞ്ഞ് വന്നോട്ടെ പ്ലീസ് അപ്പു. അത്രയെങ്കിലും ദയ നമ്മൾ ആ പാവത്തിനോട് കാണിക്കണ്ടേ? എന്റെ കാര്യത്തിൽ അച്ഛൻ കാണിക്കുന്ന ഈ ഓവർ എക്സ്പെക്ടേഷൻ തന്നെയാണ് എന്റെയും പ്രശ്നം. ഓരോ ദിവസം കഴിയും തോറും ഇപ്പോഴത്തെ ലൈഫിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെയാണ് അച്ഛൻ കരുതുന്നത്. യാഥാർത്ഥ്യം അതല്ലെന്ന് അച്ഛൻ എത്രയും നേരത്തെ ബോധ്യപ്പെടണം. അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് എല്ലാവരുടെയും റിലേഷനെ അത് സാരമായി ബാധിക്കും. അത് മാത്രം അമ്മ ഓർത്താൽ മതി. ഓക്കെ, സെമിനാർ കഴിഞ്ഞ് അച്ഛൻ മടങ്ങി എത്തും വരെ ഞാൻ വെയിറ്റ് ചെയ്യാം.
പക്ഷെ അതിനു മുമ്പ് അച്ഛൻ ചെന്നൈ പോകുന്ന സമയത്ത് ഞാൻ സർജനുമായിട്ട് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യും. ചിലപ്പോൾ അമ്മ കൂടി ഒന്ന് എൻ്റെ ഒപ്പം വരേണ്ടി വരും. ഹലോ ഡോക്ടർ. ആ ഹലോ, എങ്ങനെയുണ്ട് എൻ്റെ പേഷ്യൻറ്റിന്? സുഖമല്ലേ? ഡോക്ടറുടെ ചോദ്യം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത്ര സുഖമില്ലെന്ന ഉത്തരം. അതെയോ? എന്തു പറ്റി? എനിത്തിങ് സീരിയസ്? ഏയ്, അത്ര ഗുരുതരമായിട്ടൊന്നുമില്ല. എങ്കിലും എവിടെയോ ഒരു ചെറിയ വിഷമം. അത് വേറൊന്നുമല്ല, ഇപ്പോ അച്ഛനായിട്ട് ചെറുതായിട്ടൊന്ന് മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു. അതിൻ്റെ ആവും. എന്തായിരുന്നു ടോപ്പിക്? അപ്പുവിൻ്റെ കാര്യമോ അതോ ആ പഴയ പ്രപ്പോസൽ വീണ്ടും തന്നെ അച്ഛൻ പൊടി തട്ടിയെടുത്തോ? അത് ഡോക്ടർ എങ്ങനെ ഗസ് ചെയ്തു? അല്ല, ഈ രണ്ട് കാര്യങ്ങളല്ലാതെ താൻ ഡിസ്റ്റർബ്ഡ് ആവേണ്ട മറ്റു കാര്യങ്ങളൊന്നും എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് ഊഹിച്ചെടുത്തതാ. എങ്കിൽ ഡോക്ടറുടെ ഊഹം കറക്റ്റായിരുന്നു. ടോപ്പിക് അത് രണ്ടും തന്നെയായിരുന്നു. എന്നിട്ട് ആ പ്രപ്പോസലിൻ്റെ കാര്യത്തിൽ അച്ഛനോട് എന്ത് പറഞ്ഞു? ഓക്കെ ആണെന്ന് പറഞ്ഞില്ലേ? എന്താ, ഞാൻ അങ്ങനെ പറയണമായിരുന്നോ? പറഞ്ഞാലും വിരോധമൊന്നുമില്ലല്ലോ. ആർക്ക് വിരോധമില്ലെന്ന്? അല്ല, ഞാൻ തൻ്റെ കാര്യം ഉദ്ദേശിച്ചത്. എനിക്ക് വിരോധമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ. സോറി, അതിന് ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണ്ട കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ ഉദ്ദേശം നിരുപാധികം പിൻവലിച്ചിരിക്കുന്നു. പോരെ? പറ, പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ? കോളേജിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇതുവരെ ഇല്ല. അത്യാവശ്യം ചൊറിയാൻ വരുന്നവർക്കൊക്കെ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ തന്നെ പോവാ. ആ പിന്നെ, ഞാൻ അപ്പുവിനെ കണ്ടിരുന്നു. ഞാൻ അറിഞ്ഞു, ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. ഓ, ഈസ് ഇറ്റ്? അത് നന്നായി. ആ കുട്ടി സീരിയസ് ആയി തന്നെ മുന്നോട്ട് പോവുക. പരിചയത്തിലുള്ള ഏതെങ്കിലും സർജനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേടോ, അപ്പോൾ വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ. അതിൻ്റെ പ്രൊസീജിയറും സർജറിയും ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ഡോക്ടർ, അതിലേക്ക് പോകുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും അപ്പുവിൻ്റെ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അതും അത്ര സിമ്പിളായ കാര്യമല്ല. എനിവേ, ലെറ്റ്സ് ട്രൈ. ഞാനും ടീച്ചറും കൂടി ചില പ്ലാനുകളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. നോക്കാം, താൻ വിഷമിക്കണ്ട. എല്ലാം ശരിയായ വഴിക്ക് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ? പിന്നെ വേറൊന്നുമില്ലല്ലോ? തൻ്റെ മന്ത്രവാദി മുത്തശ്ശിക്ക് സുഖം തന്നെയല്ലേ? എന്താ, മുത്തശ്ശിക്ക് ഫോൺ കൊടുക്കണോ? അയ്യോ വേണ്ടായേ. ശരി, അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജോ, ആരായിരുന്നു ഫോണിൽ? മാളുവായിരുന്നോ? അതെ മമ്മി. എന്താ കുട്ടി പറയുന്നേ? ഏയ്, ആളിപ്പം ഭയങ്കര ഹാപ്പിയാ. കോളേജിലൊക്കെ പോകാൻ തുടങ്ങിയില്ലേ, അതിൻ്റെ ആവും. അതിന്റെ ഒരു സന്തോഷം മറ്റു പലരിലും കാണുന്നുണ്ട്. അത് ആരുടെ കാര്യം ടീച്ചർ ഉദ്ദേശിച്ച്? മുരളി അങ്കിളുടെയും അശ്വതി ആന്റിയുടെയും കാര്യമാണോ? അവരെ പോലെ ചില വേണ്ടപ്പെട്ടവരുടെ കാര്യം കൂടിയാ. അല്ല, കോളേജിലൊക്കെ പോകാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി മാളവികയ്ക്ക് നിന്റെ സഹായത്തിന്റെ ആവശ്യമില്ലായിരിക്കും അല്ലേ? മാളവികയുടെ കാര്യത്തിൽ ഇനിയിപ്പം ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ അപ്പുവിൻ്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ മിഷൻ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഉറപ്പായും മാളവികയുടെ ഇൻവോൾവ്മെൻറ്റ് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും വേണ്ടിവരും.
നീ നിന്റെ യുക്തിക്കും ബുദ്ധിക്കും ബോധ്യമായ കാര്യങ്ങളെ ചെയ്യൂന്ന് മമ്മിക്കറിയാം. എന്നാലും ഉള്ളിലുള്ള പേടി കൊണ്ട് പറയുകയാണെന്ന് കൂട്ടിയാൽ മതി. നീ വിചാരിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടി മാളുവിനെയും അപ്പുവിനെയും തമ്മിൽ വീണ്ടും അടുപ്പിക്കാൻ നോക്കുന്നത് അബദ്ധമായി മാറരുത്. കുട്ടികളുടെ കാര്യത്തിലല്ല എനിക്ക് പേടി, മുതിർന്നവരുടെ കാര്യത്തിലാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുരളിക്കും അശ്വതിക്കും ഒരുപക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ വിജയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഉറപ്പില്ല. എനിക്കറിയാം മമ്മി, എല്ലാം അതിൻ്റെ വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. വിജയങ്ങളുടെ അടുത്ത് ഇത് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അപ്പുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒളിച്ചു കളി ഒന്ന് അവസാനിപ്പിക്കണം. അതിന് മാളുവിനൊപ്പം ആ കുട്ടിയും കോളേജിൽ പോയി തുടങ്ങിയേ പറ്റൂ. ആദ്യം അതിനുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ നീ മനസ്സിൽ കണ്ടേക്കുന്നേ? മനസ്സിൽ അങ്ങനെ വ്യക്തമായൊരു പ്ലാനൊന്നും ആയിട്ടില്ല മമ്മി. എന്തായാലും ഞാൻ ആ കുട്ടിയുമായി ഒന്നുകൂടെ ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഒക്കെ ശരിയാവും ജോ. നന്മയുള്ളിടത്ത് ദൈവം ഉണ്ടാവും. രണ്ടും ഉണ്ടെങ്കിൽ അവിടെ വിജയവും ഉണ്ടാവും. നീ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഹലോ അങ്കിൾ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അരുൺ. എന്താ അങ്കിൾ കാണണമെന്ന് പറഞ്ഞേ? പറയാം. മാളുവിനെ അരുൺ കണ്ടിരുന്നോ? കണ്ടിരുന്നു, പക്ഷേ കോളേജിൽ വെച്ചല്ല. മാളു അത് എന്നോട് പറഞ്ഞിരുന്നു. അരുൺ പറഞ്ഞ കാര്യം ഞാൻ അവളോട് സംസാരിച്ചു. പക്ഷെ അരുൺ, ഞാൻ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും മാളു അതിനൊരു താല്പര്യം കാണിക്കുന്നില്ല. അങ്കിള് കാണണമെന്ന് പറഞ്ഞപ്പോഴേ തോന്നി ഇതായിരിക്കും അങ്കിളിന്റെ മറുപടി എന്ന്. പക്ഷെ സത്യം പറയാലോ, ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും അങ്കിളിൻ്റെ ഇങ്ങനൊരു മറുപടി ആയിരുന്നില്ല. അതെനിക്കറിയാം. തന്നെയും തൻ്റെ ഫാമിലിയും നിരാശപ്പെടുത്തരുതെന്നും എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. ഇനി ഒരിക്കലും ഈ പ്രപ്പോസലിൽ താല്പര്യമില്ലെന്നും പറഞ്ഞ് അവൾ വാശി പിടിക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കവളെ ഒരു പരിധി കൂടി നിർബന്ധിക്കാൻ പറ്റില്ല. ഐ എം റിയലി സോറി അരുൺ. ഈ ബന്ധം വേണ്ടെന്ന് വയ്ക്കാൻ മാളു എന്താ റീസൺ പറയുന്നത്? അപൂർവമായിട്ട് ചങ്ങാത്തം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണോ ആ കുട്ടിയുടെ കണ്ണിൽ ഞാൻ ചെയ്ത തെറ്റ്? അവൾക്കെന്തോ അത് വലിയൊരു ഇൻസൾട്ടായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാവും അവൾക്ക് അരുണിനോടൊരു താല്പര്യക്കുറവുണ്ടായത്. അതുകൊണ്ട് മാത്രമൊന്നും ആവില്ലെങ്കിൽ ഈ പ്രപ്പോസൽ വേണ്ടെന്ന് വെക്കാൻ ആ കുട്ടിക്ക് മറ്റെന്തോ കാരണമുണ്ട്. അപ്പൂന്റെ കാര്യം വെറുതെ എന്തോ എക്സ്ക്യൂസിന് വേണ്ടി വലിച്ചടിക്കുന്നേ ഉള്ളൂ. അങ്കിൾ, തുറന്നു പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം. മാളവികയ്ക്കിപ്പോ മറ്റാരോടോ എന്തോ ഒരു അഫെയർ ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് ഞാൻ മാളവികയെ കണ്ടത് അയാളുടെ ഒപ്പം. യെസ്, അതും ആള് പറഞ്ഞു. പക്ഷെ അരുൺ, അത് മോൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റിലേഷൻ അല്ല. അന്ന് അരുൺ അവളോടൊപ്പം കണ്ടത് ഡോക്ടർ ജോബിനെയാ. ജോബിൻ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മകനാ. ജോബിനും അയാളുടെ അമ്മയും കുറച്ചുനാൾ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. ഈയിടെ എവിടെ തിരിച്ചെത്തിയത്. ജോബിനിവിടെ മെഡിക്കെയർ ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മാളുവിനൊരു ഡിപ്രഷൻ ഉണ്ടായ കാര്യം? ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ ജോബിനാ മാളുവിനെ നല്ല രീതിയിൽ സഹായിച്ചത്. അപ്പോ അവര് തമ്മിലൊരു പേഷ്യന്റ് ഡോക്ടർ റിലേഷൻ മാത്രമാണെന്നാണോ അങ്കിൾ പറയുന്നത്? യെസ്, അതങ്ങനെ തന്നെയാ. ശരി, അങ്കിൾ എങ്ങനെ ഉറപ്പ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. അരുൺ, ഞാൻ പറഞ്ഞല്ലോ മാളുവിന് അരുണുമായിട്ടുള്ള അലയൻസിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് മനസ്സിലായി. ഞാൻ ഇനി മാളവികയുടെ കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന് അതല്ല അങ്കിൾ ഉദ്ദേശിച്ചത്? അതല്ല അരുൺ,
ഈ കാര്യത്തിൽ ഇനിയും തന്നെ വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി. അന്ന് അരുൺ സൂചിപ്പിച്ചതുപോലെ സ്വന്തം ലൈഫിനെ പറ്റി തനിക്കും കുറച്ച് പ്ലാനും അംബീഷൻസും ഒക്കെ ഉണ്ടല്ലോ. ഈ പ്രപ്പോസൽ മുടങ്ങിയെന്ന് കരുതി അതൊന്നും നടക്കാതെ പോരുത്. അതുകൊണ്ടാണ് ഞാൻ സോറി അങ്കിൾ. മാളവികയുടെ സ്ഥാനത്ത് മറ്റൊരാളെ ഉടനെങ്ങും എനിക്കതിന് സാധിക്കുമെന്ന് തോന്നില്ല. ഞാൻ എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാ. സോറി അരുൺ, തന്നോട് കാത്തിരിക്കാൻ പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്കിള് പറയണ്ട. അതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും പരാതിപ്പെടാനും പോകുന്നില്ല ആരോടും. എന്നാലും എപ്പോഴെങ്കിലും മാളവികയുടെ മനസ്സ് മാറുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ അങ്കിൾ. ഞാൻ ഇനി അരുണിനോട് എന്തു പറയാനാ? പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ് പ്ലീസ്. അപൂർവ വിജയ് അല്ലേ? അതെ. ഇരിക്കൂ. ഡോക്ടർ ജോബിനുമായി അപൂർവയ്ക്ക് എങ്ങനെ പരിചയം? ഡോക്ടർ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. പക്ഷേ ഈ അടുത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടതെന്ന് മാത്രം. ഓക്കെ. ജോബിൻ വളരെ വേഗമായി അപൂർവയുടെ കാര്യം ബ്രീഫ് ചെയ്തിരുന്നു. പക്ഷേ അതുപോരല്ലോ. ഹിസ്റ്ററിയിലേക്ക് കടക്കും മുമ്പ് അപൂർവയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഷുവർ ഡോക്ടർ. ഓക്കെ, സ്ട്രൈറ്റ് മൈ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ഈ സർജറി? കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിച്ചതല്ല. എന്താണ് ഇങ്ങനെ ഒരു സർജറിയിലൂടെ അപൂർവ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാ. എനിക്ക് ഇഷ്ടപ്പെട്ട ജെൻഡറിലാവണം ഇനി എൻ്റെ ലൈഫ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഞാനൊരു പുരുഷനാണെന്ന് സ്വയം കൺവിൻസ്ഡ് ആവാനും മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാനും ഈ സർജറിയിലൂടെ സാധിക്കുമെന്ന എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാനിത് പ്രിഫർ ചെയ്യുന്നു. ഓക്കെ, ഗുഡ്. അപൂർവയുടെ മറുപടിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോൾ ഈ പറയുന്ന സർജറി കൊണ്ട് മാത്രം അപൂർവ ഉദ്ദേശിക്കുന്നത് പോലെ സ്വയം ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഐ മീൻ, ഈ സർജറി മാത്രമാണ് അതിനുള്ള ഏക പരിഹാരം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല ഡോക്ടർ. എന്നാലും ഇതൊരു മേജർ ഫാക്ടറാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. യെസ്, ഓഫ് കോഴ്സ്, ഞാനും യോജിക്കുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ജോബിൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അപൂർവയുടെ ഈ തീരുമാനത്തിന് ഒരു ഫാമിലി ആൻഡ് സോഷ്യൽ ബാക്കപ്പ് ഇല്ല എന്നാണ്. ശരിയല്ലേ? യെസ്. എൻ്റെ വീട്ടുകാരും മറ്റുള്ളവരൊക്കെ എൻ്റെ ഈ തീരുമാനത്തിനെതിരാണ്. തൻ്റേതെന്ന് മാത്രമല്ല, 100 പേരുടെ കേസെടുത്താൽ 100-ൽ 100 പേരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. അത് നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പമാണ്. സൊസൈറ്റിയിലെ ഒരു മൃഗീയ ഭൂരിപക്ഷം ആൾക്കാരും ഇതൊരു സെക്സ് റിലേറ്റഡ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ സമൂഹം അതുവരെ വളർന്നിട്ടുള്ളൂ എന്ന് ഈ സമൂഹത്തോട് പറയേണ്ടി വരും. പോട്ടെ, അത് നമ്മുടെ കൺസേൺ അല്ല. ഇനി നമുക്ക് സർജറിയിലേക്ക് വന്നാൽ, മറ്റേതൊരു സർജറിയേക്കാളും വ്യത്യസ്തവും സങ്കീർണവുമാണ് സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി അഥവാ ജെൻഡർ കൺഫേമിംഗ് സർജറി എന്ന് പറയുന്നത്. ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്നൊക്കെ നമ്മൾ വളരെ സിമ്പിളായി ഇതിനെ വിളിക്കുമെങ്കിലും ഒരു സെക്സ് ഓർഗൻ്റെ റീപ്ലേസ്മെൻറ്റോ റീഇംപ്ലാന്റേഷനോ മാത്രമല്ല അവിടെ നടക്കുന്നത്. ഒരു വ്യക്തിയെ അയാളുടെ എക്സിസ്റ്റിംഗ് ജെൻഡറിൽ നിന്ന് അയാൾ ആഗ്രഹിക്കുന്ന ഒരു ജെൻഡറിലേക്ക് ശാരീരികവും മാനസികവുമായി രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്ന ശ്രമകരമായ ഒരു ദൗത്യമാണിത്.